അനുദിനം യേശുവിനോടൊപ്പം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16 അധ്യായം 33 വാക്യം. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ ചില ദിവസങ്ങൾ വളരെ ഭാരമുള്ളതായിരിക്കും. പ്രശ്നങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി വന്നേക്കാം. പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കാണാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഭാവിയെക്കുറിച്ച് ഭയം തോന്നാം. എന്നാൽ അത്തരം സാഹചര്യങ്ങളുടെ നടുവിൽ യേശു നമുക്ക് നൽകുന്ന അത്ഭുതകരമായ വാഗ്ദാനമാണ് ഈ വചനം. എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യേശു കഷ്ടതകൾ ഉണ്ടാകില്ലെന്ന് പറഞ്ഞില്ല. എന്നാൽ കഷ്ടതകളുടെ നടുവിലും നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും. എന്തെന്നാൽ ലോകത്തെ ജയിച്ച കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. ഒന്നാമതായി ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് യേശുവിൽ നമുക്ക് സമാധാനം ഉണ്ട്. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് എന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ലോകം നൽകുന്ന സമാധാനം സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. സാഹചര്യങ്ങൾ മാറുമ്പോൾ ആ സമാധാനവും നഷ്ടപ്പെടാം. എന്നാൽ യേശു നൽകുന്ന സമാധാനം അങ്ങനെയല്ല. നമ്മുടെ പ്രശ്നങ്ങൾ ഉടനെ മാറിയില്ലെങ്കിലും പ്രശ്നങ്ങളുടെ നടുവിൽ യേശു നമ്മുടെ ഹൃദയത്തിന് സമാധാനം നൽകുന്നു. അതുകൊണ്ട് ഹൃദയത്തിൽ ഭയമുണ്ടെങ്കിൽ യേശുവിങ്കിലേക്ക് നോക്കാം. സാഹചര്യങ്ങളെക്കാൾ വലിയവനാണ് നമ്മുടെ കർത്താവ്. രണ്ടാമതായി ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് കഷ്ടതകൾ ജീവിതത്തിൻ്റെ ഭാഗമാണ്. യേശു വളരെ വ്യക്തമായി തന്നെ ഈ വചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്ക് പ്രശ്നങ്ങൾ ഒരിക്കലും ഉണ്ടാകില്ല എന്ന് വചനം പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് കഷ്ടത വരുമ്പോൾ ദൈവം നമ്മെ ഉപേക്ഷിച്ചു എന്ന് കരുതരുത്. എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന ചോദ്യത്തിന് ഉടൻ ഉത്തരം ലഭിക്കണമെന്നില്ല. എന്നാൽ കഷ്ടതയുടെ നടുവിലും ദൈവം നമ്മോടുകൂടെ ഉണ്ട്. സങ്കീർത്തനം 23 അധ്യായം 4 വാക്യം നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നു: കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. ദൈവം എല്ലായ്പ്പോഴും നമ്മോട് കൂടെ ഉണ്ട്. മൂന്നാമതായി ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ധൈര്യപ്പെടുവിൻ എന്നാണ്. യേശു നമ്മോട് ധൈര്യപ്പെടുവാൻ പറയുന്നതിൻ്റെ കാരണം എന്തെന്നാൽ കർത്താവ് ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമ്മുടെ ധൈര്യം നമ്മുടെ കഴിവിലോ ശക്തിയിലോ അല്ല, നമ്മുടെ സാഹചര്യങ്ങളിൽ അല്ല. നമ്മുടെ ധൈര്യം ലോകത്തെ ജയിച്ച ക്രിസ്തുവിലാണ്. ദാവീദ് ഗോലിയാത്തിന്റെ മുൻപിൽ നിന്നപ്പോൾ ദാവീദ് തൻ്റെ ശക്തിയെ ആശ്രയിച്ചില്ല, ദൈവത്തിൽ ആശ്രയിച്ചു. അതുകൊണ്ട് നമുക്കും പറയാം, നമ്മോട് കൂടെയുള്ള കർത്താവ് നമ്മുടെ മുൻപിലുള്ള പ്രശ്നത്തേക്കാൾ വലിയവനാണ്. കർത്താവായ യേശുവിൻ്റെ ക്രൂശ് മരണവും പുനരുത്ഥാനവും സാത്താൻ്റെയും പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേൽ വിജയം വെളിപ്പെടുത്തുന്നു. 1 യോഹന്നാൻ 5 അധ്യായം 4 വാക്യം ഇങ്ങനെ പഠിപ്പിക്കുന്നു: ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. നമ്മുടെ വിജയം നമ്മുടെ സ്വന്തം ശക്തിയിൽ അല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോകാം. പ്രശ്നങ്ങൾ ഉണ്ടാകാം, എങ്കിലും യേശു നമ്മോട് കൂടെ ഉള്ളതിനാൽ നമുക്ക് പ്രത്യാശയുണ്ട്. റോമർ 8 അധ്യായം 37 വാക്യം നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു: നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടാതെയും ഭയപ്പെടാതെയും മുന്നേറാം. കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൽ വിശ്വസിച്ച് അനുദിനം മുന്നേറാം. അങ്ങനെ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവീക സമാധാനം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.
കൃപയും സ്നേഹവും നിറഞ്ഞ സ്വർഗീയ പിതാവേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ലോകത്തെ ജയിച്ച കർത്താവെ, അങ്ങ് ഞങ്ങളോടൊപ്പം ഉള്ളതിനാൽ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കഷ്ടതയുടെ നടുവിലും ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഭയപ്പെടുന്ന ഓരോ ഹൃദയങ്ങൾക്കും ധൈര്യം നൽകണമേ. ഞങ്ങളുടെ സാഹചര്യങ്ങളെക്കാൾ വലിയവനായ അങ്ങിൽ വിശ്വസിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ. പ്രത്യാശയോടെ ജീവിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കണമേ. ഞങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സ്വർഗീയ സമാധാനത്താലും ശക്തിയാലും ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. സകല മാനവും മഹത്വവും പുകഴ്ചയും അങ്ങേക്ക് അർപ്പിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.